രാഹുലെ, ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ പലതരത്തിലുള്ള വേട്ടയാടലുകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് നേരിടുന്നുണ്ട്. ഈ വി ശിവൻകുട്ടി പ്രായോഗികമായ ഒരു പൊളിറ്റിക്സ് അല്ലേ ഇതിൽ അപ്ലൈ ചെയ്തത്. അതായത് 1400 കോടി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്കൂളിൻ്റെ നിലവാരങ്ങൾ ഉയർത്തുന്നതിനും ഭാഗമായി ഇത് വാങ്ങിച്ചതിൽ എന്താണ് തെറ്റ് പ്രായോഗികമായി? പ്രായോഗികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ ശിവൻകുട്ടിയോ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നശിച്ച് വെണ്ണീറായിരിക്കുന്ന ഒരു ഖജനാവിരിപ്പുണ്ട്. ഈ ഖജനാവിലേക്ക് കാശ് വരണ്ടേ? കാശ് വേണമെങ്കിൽ എന്ത് വേണം? ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള BJPയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സംഘടനയുമായിട്ടോ സഖ്യം ചേർന്നെങ്കിൽ മാത്രമേ കാശ് വരികയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ കൂട്ടുനിൽക്കുക. അങ്ങനെ മാത്രമേ കാശ് വരികയുള്ളൂ. അതിൽ നിന്ന് ഈ BJP CPM എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. അവിടെ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഭരിക്കുന്നത് LDFും അവിടെ NDAയുമാണ്. ഇപ്പം പൊളിറ്റിക്സ് മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ ഗവേണൻസ് നടക്കുന്നതിന് ഭാഗം കേന്ദ്രം കേരളത്തിന് കൊടുക്കുന്ന ഫണ്ട് അത് വാങ്ങിക്കുന്നതിൽ ഇത്ര പ്രശ്നമാക്കേണ്ടതുണ്ട്. പ്രശ്നം അതല്ല. അതായത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കളികളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു സംസാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇത് 1.5 കൊല്ലം മുമ്പിട്ട്, അതായത് 2020 തന്നെ ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് കേരളത്തിൽ നടപ്പാക്കുമെന്ന്. പക്ഷേ നമ്മൾ എന്താണ് കണ്ടത്? ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് പറയുന്നു, നിയമ നടപടികൾക്ക് പോകുന്നു, നിയമ നടപടിയിലുള്ള ഞങ്ങൾ പൈസ തിരിച്ച് കണ്ടെത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ, ഘടകകക്ഷികളെ പോലും പറ്റിക്കുന്ന രീതിയിൽ, CPIയെ പോലും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്ക് സർക്കാർ പോയി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരുപാട് ദുരുദ്ദേശങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഇത്ര തിടുക്കപ്പെട്ടവർ ഒപ്പിട്ടത്? അപ്പോൾ അത് 1500 കോടി സർക്കാരിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് NEP എന്ന് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു സ്കൂളിന് ഇത്രത്തോളം ഫണ്ട് അനുവദിച്ചു കൊടുക്കുക. ഇത് നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും നോക്കിക്കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള പാഠ്യപദ്ധതികളാണ് കൂടുതലും നടപ്പായി പോകുന്നത്. രാഹുൽ പറഞ്ഞ കൃത്യമാണ്. അവിടെ ഈ ചർച്ചകളുടെ ഭാഗമായി ഉയർന്നൊരു കാര്യമുണ്ട്. ഈ കേന്ദ്രം നടക്കുന്ന 1500 കോടി രൂപ കൊണ്ടാണോ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇത്രയും വലുതായത്? അതായത് പലരും ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും പല നാഷണൽ മീഡിയകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അവിടുത്തെ വിദ്യാഭ്യാസ സാഹചര്യം, അവിടുത്തെ അംഗനവാടികൾ, അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് വളരെ രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കല്ലേ ഉള്ളത്. അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല ഈ 1500 കോടി കൊണ്ടുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? അതിന് മുമ്പ് തന്നെ എത്രയോ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. അതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ട്. സ്കൂളുകൾ എന്ന് പറയുന്നത് വലിയ ബൃഹത്തായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എക്കാലത്തും എല്ലാ സർക്കാരും വലിയ രീതിയിലുള്ള പങ്കാളിത്തവും അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളും ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യമാണ്. പിന്നെ എന്തിന് ഇവർ തിടുക്കപ്പെട്ട്, അതായത് 22-ാം തീയതി കഴിഞ്ഞ മാസം, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ 22-ാം തീയതി ആയിരുന്നു മന്ത്രിസഭ. 16-ാം തീയതി ഇവർ മന്ത്രിസഭയ്ക്ക് മുമ്പ് തന്നെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇവർ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു, ശൗചാലയം. ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ശൗചാലയം കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് അവർ കാട്ടിലും മേട്ടും പോരുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു ശൗചാലയം അവർക്ക് പണിത് കൊടുക്കുക. അതേ സാധനം തന്നെ കേരളത്തിലുള്ള ആളുകൾക്കെല്ലാം വീടുകളിലെല്ലാം ഓരോ ശൗചാലയം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ആ രീതിയാണ്. കേരളത്തിൽ ഓൾറെഡി ഈ ശൗചാലയങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇതാ ഒരു ശൗചാലയം കൊണ്ട് തരാൻ പോകുന്നു, ഗ്രാമത്തിൽ ഒരാൾക്ക് തെരഞ്ഞുപിടിച്ച് ഒരു ശൗചാലയം കൊടുക്കും. അത്തരത്തിലാണ് ഇതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കേരളത്തിലെ സ്കൂളുകളുടെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം മികച്ച സ്ട്രക്ചറുകളാണ്. പലപ്പോഴും നമ്മൾ താഴെത്തട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾ, PTA, ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് സ്കൂളിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികളുടെ കയ്യിൽ നിന്നും പൈസ എടുത്ത് അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പൈസ പിരിച്ച് സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം കേരളത്തിൽ അത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ സ്കൂളുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യമുള്ള സ്കൂൾ, അതായത് ഇപ്പോൾ പല സ്കൂളുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ AI ലാബ് വരെയുള്ള സ്കൂളുകളുണ്ട്.
അപ്പോൾ അത്രത്തോളം മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ട്രക്ചർ ഉണ്ടായിട്ട്, ഇത് കാലങ്ങളോളം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് സമരം ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ്. ഇപ്പോഴും ക്യാമ്പസുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ക്യാമ്പസിൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി സമരം ചെയ്യാറുണ്ട്. ഓരോ വർഷം കഴിയും തോറും സ്കൂളുകളും സ്കൂൾ മാനേജ്മെന്റുകളും അത് കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നുണ്ട്. അതേസമയം ഈ കോൺഗ്രസ് ഇതിനെ ശക്തമായി എതിർക്കുന്നതും വിമർശിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നും ചാനൽ ചർച്ചകളിലായാലും സോഷ്യൽ മീഡിയകളിലും വരുന്നുണ്ട്. മറ്റൊരു സാഹചര്യത്തിൽ ഈ PM ശ്രീ പദ്ധതി ഈ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവരെന്തിനാണ് ഇവിടെ ഒരു ഇത്തരത്തിലുള്ള വിമർശനം നടത്തുന്നത്? അല്ല, അവിടെ കോൺഗ്രസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് 2020 ശേഷമാണ് ഇവിടെ എല്ലാം അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവിടുത്തെ BJP സഖ്യങ്ങളായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ അതിനു മുമ്പോട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നീക്കി ധാരണ ഒപ്പിട്ടതാണ്. അപ്പം ധാരണ ഒപ്പിട്ട ഒരു സ്ഥലത്തേക്ക് പിന്നീട് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കോൺഗ്രസ് ഇരിക്കുന്ന സമയത്തല്ല, അത് BJP ഇരിക്കുന്ന സമയത്ത് തന്നെയാണെന്ന് കോൺഗ്രസിൻ്റെ വൃത്തങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തില്ല. കേരളവും തമിഴ്നാടും ഇതിനെ വന്ന സമയം തൊട്ട് ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഒരേ സമയം തന്നെ എതിർക്കുകയും അതേ സമയം തന്നെ ഇതിനു വേണ്ടി അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ വിഷയങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധൈര്യത്തോടെ ഇന്നലെ സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനമുണ്ട്, അല്ലെങ്കിൽ പത്രങ്ങളെ കാണുന്ന മാധ്യമങ്ങളെ കണ്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഇനി കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ സവർക്കറെ കുറിച്ച് പഠിക്കും, അല്ലെങ്കിൽ BJPയുടെ ഓരോ നേതാക്കന്മാരെയും കുറിച്ചും പഠിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഇനി ഏതൊക്കെ കൊമ്പന്മാർ ഇവിടെ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ, ഞങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കിയിട്ടേ ഞങ്ങൾ പോകൂ എന്നുള്ള BJPയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് നടപ്പിലാക്കാൻ CPM കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അവർ ഉയർത്തിക്കാട്ടുന്ന വിഷയം തന്നെ. ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുമ്പോൾ ആ നയത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടാകും. ഈ വിദ്യാഭ്യാസമാണല്ലോ നാളുകളിലെ ചെറുപ്പക്കാരെ സൃഷ്ടിക്കുന്നത്. നാളത്തെ ചരിത്രം മാറ്റി എഴുതാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി കാലം തൊട്ട് കഴിയുമല്ലോ. അതായത് വിദ്യാർത്ഥികൾ ചെറുപ്രായത്തിൽ എന്താണോ പഠിക്കുന്നത്, അവരുടെ തലച്ചോറിലേക്ക് എന്താണോ എത്തുന്നത്, അത് വളർന്ന് വലുതാകുമ്പോഴും അത് പേർക്കൊണ്ട് നടക്കാനുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മനസ്ഥിതി കുട്ടികൾക്കുണ്ട്. ഈ എല്ലാ കാലത്തും, അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സംഘടനയാണ് SFI. ഈ കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ നടപടികൾ ഒന്നും വിമർശിച്ച് കണ്ടില്ല. അപ്പോൾ SFIയും ഇതിന് കുട പിടിക്കുന്നു എന്നാണ് കരുതുന്നത്? കുട പിടിക്കുന്നു എന്നല്ല. SFIയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും, ഞങ്ങൾ എന്തൊക്കെയോ മറ്റ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സാധനങ്ങൾ അടിച്ചിറക്കിയതായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ, സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് ഇതിനെതിരെ തിരിഞ്ഞ സമയത്ത് SFIക്ക് മിണ്ടാട്ടം മുണ്ടിപ്പോയതാണ്. അവർ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്നൊരു സമയം അവർക്ക് കൊടുക്കണം, അതിനുള്ള സ്ട്രാറ്റജി അവർക്ക് ഉണ്ടാവട്ടെ. അപ്പം CPMനെ സംബന്ധിച്ച് അവർക്ക് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന സമയം വേണം. അപ്പം മറ്റുള്ള വിഷയങ്ങളെ പോലെ അല്ല, ഇത് കുറച്ച് കടന്നുപോയി. അതായത് സഖ്യകക്ഷികളെ പോലും ഇത് അറിയിക്കാതെ ചെയ്തതാണ്. CPM പോലും അവിടെ വെട്ടിലായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് SFI എങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ ഈ ശിവൻകുട്ടി MN സ്മാരകത്തിൽ പോയി ബിനോയ് വിശ്വവും GRLുമായിട്ടൊക്കെ ചർച്ച നടത്തി. അപ്പോൾ അത് ചർച്ച വിജയം കാണുമെന്നുള്ളത്, ഈ മുഖ്യമന്ത്രി നടത്തുന്ന അനുരഞ്ജന ചർച്ചകളിലൊക്കെ CPI വീണു പോകുമെന്നല്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തികമാണല്ലോ ഇതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത്. ഇപ്പം CPIക്കും വളരാനുള്ള സാഹചര്യം വേണം കേരളത്തിൽ. ഇപ്പോൾ CPI ആണെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിലപാടുകളില്ലാത്തതുകൊണ്ടും ശക്തമായിട്ടുള്ള നേതൃത്വം ഇല്ലാത്തതുകൊണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളും ഇപ്പോൾ കൊല്ലത്തുൾപ്പെടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുൾപ്പെടെ ആ 10,000 പേരാണ് CPI വിട്ടു പോയിട്ടുള്ളത്. അതിൽ കുറേ പേര് കോൺഗ്രസിൽ ചേർന്നു, കുറേ പേര് CPMൽ തന്നെ ചേർന്നു. അപ്പം CPI ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള നിലപാടായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ വലിയ ഭവിഷ്യത്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നേതൃത്വം ഉണ്ടാകേണ്ടത്, നേതാക്കന്മാരുണ്ടാകുന്നത്, കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവേണ്ട സമയമാണ് ഇത്തരത്തിലുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിലപാടുകളിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ ഇവരെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ ഇവരോട് ചേർന്ന് പോകും? ഇവരെല്ലാ കാലത്തും പറയുന്നത് എന്താണ്? ഞങ്ങൾ നേരിനൊപ്പമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫാസിസ്റ്റ് ഭരണകൂടവുമായിട്ട് ഒത്തിണങ്ങി പോകുമ്പോൾ ജനങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുമോ? ജനങ്ങൾക്കൊരു നട്ടലില്ലേ, അല്ലെങ്കിൽ അവർക്കൊരു നിലപാടില്ലേ? അവർ ആ നിലപാടിൽ തന്നെ ഉറച്ചിക്കും. എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നിഷ്പക്ഷ രാഷ്ട്രീയം പറയുന്ന എത്രയോ പേരുണ്ട്. ഇന്നവർ CPMനെ നോക്കിക്കഴിഞ്ഞാൽ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്?
കഴിഞ്ഞ കാലങ്ങളിൽ CPM ചെയ്തിട്ടുള്ള വഞ്ചനകളും ക്രൂരതകളുമാണ്. ഇത്തരത്തിലുള്ള മനുഷ്യര് ഒന്നും വേണ്ട, പാർട്ടി മതി എന്ന് പറഞ്ഞ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിട്ട് പാർട്ടിയെ ഒറ്റിക്കൊടുക്കുമ്പോൾ പിന്നീട് എങ്ങനെ പാർട്ടി ഇവർ തിന്നാതിരിക്കും? അതുകൊണ്ടാണ് ഇന്ന് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കമ്മ്യൂണിസ്റ്റുകാരും. എന്ന് തന്നെയാണെങ്കിലും ഈ PM ശ്രീ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ CPI പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ സർക്കാരിനെ എങ്ങനെ കുറ്റം പറയാം. അതായത് കഴിഞ്ഞ ദിവസത്തെ CPMൻ്റെ DYFIയുടെ ഒക്കെ ക്യാപ്സ്യൂളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് ഇത് മാത്രമേ ഉള്ളൂ വഴി, കാശ് എങ്ങനെയെങ്കിലും പോക്കറ്റിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച്, അതായത് ഇനി ഞങ്ങൾ പരിപാടി നടന്നതില്ല എന്ന് പറയാനുള്ള പരിപാടിയിലാണ് സർക്കാർ ഇരിക്കുന്നത് എന്നാണ് ഇവർ ക്യാപ്സ്യൂൾ. അതെ, ഫോട്ടോ വയ്ക്കില്ല, പരിപാടി ഞങ്ങൾ നടത്തത്തില്ല, കാശ് പക്ഷേ ഞങ്ങൾ വാങ്ങിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. സഖാക്കന്മാർ ആരും വിഷമിക്കേണ്ട എന്നാണ് SFIയും DYFI ഒക്കെ പറഞ്ഞിട്ടുള്ളത്. എന്ന് തന്നെയാണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം.